നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ആഭ്യന്തര കലാപം പുകഞ്ഞു കത്തുന്നതിനിടെ സംസ്ഥാന നേതൃത്വത്തെ അങ്കലാപ്പിലാക്കി മുതിർന്ന നേതാവ് പി.സി. ജോർജിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ ബി.ജെ.പി പ്രചാരണ ഫണ്ടിൽ കോടികളുടെ വൻ തട്ടിപ്പും വെട്ടിപ്പും നടന്നുവെന്നാണ് പി.സി. ജോർജ് തുറന്നടിച്ചത്. പാർട്ടിക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് പാവപ്പെട്ട ബൂത്ത് തല പ്രവർത്തകരിലേക്ക് എത്തുന്നതിന് പകരം ചില ഉന്നത നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പോയതെന്നും ഈ പണം ഉപയോഗിച്ച് ചിലർ ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുകയാണെന്നും ജോർജ് രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവാക്കിയെന്ന കണക്കാണ് ജില്ലാ സംസ്ഥാന നേതൃത്വം തനിക്ക് നൽകിയതെന്ന് പി.സി. ജോർജ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പട്ടികയിൽ പണം കൈപ്പറ്റിയതായി കാണിച്ച പല പ്രാദേശിക ഭാരവാഹികളെയും നേരിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ തങ്ങൾക്ക് 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്ന വിവരമാണ് പുറത്തു വന്നത്. ഒരു ബൂത്ത് കമ്മിറ്റിക്ക് പ്രചാരണത്തിനായി നൽകാൻ നിശ്ചയിച്ചിരുന്ന 31,000 രൂപ പോലും നൽകാൻ നേതാക്കൾ തയ്യാറായില്ല. ബി.ജെ.പി മധ്യമേഖല ജനറൽ സെക്രട്ടറി സജി കുരിക്കാടാണ് ഈ വൻ ഫണ്ട് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനിയെന്ന് ജോർജ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്നത് 40 ലക്ഷം രൂപ മാത്രമായിരിക്കെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന പേരിൽ 4.5 കോടി രൂപ വീതമാണ് ബി.ജെ.പി നേതാക്കൾ എഴുതിയെടുത്തത്. ബി.ജെ.പി നേതൃത്വത്തിലെ പോക്കറ്റടിക്കാരെ ഒട്ടും മയമില്ലാത്ത വാക്കുകളിലാണ് പി.സി. ജോർജ് വിമർശിച്ചത്. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് കൊടുക്കേണ്ട തുക പോലും മുക്കിയ അത്രയും വൃത്തികെട്ടവന്മാരാണ് പാർട്ടിയിലുള്ളത്. ബി.ജെ.പിയുടെ കാശുകൊണ്ട് കാറെടുത്താൽ അത് വഴിയിലിടിച്ച് നശിച്ചു പോകും. പാവപ്പെട്ടവരുടെ പണം മോഷ്ടിച്ച ഒരുത്തനെയും ദൈവം വെറുതെ വിടില്ല. ഇത് എന്റെ ശാപമാണെന്നായിരുന്നു പി.സി. ജോർജിന്റെ വാക്കുകൾ. പി.സി. ജോർജിന്റെ നിലവിലെ വെളിപ്പെടുത്തൽ ബി.ജെ.പി നേതൃത്വത്തെ വീണ്ടും പ്രതികൂട്ടിലാക്കുകയാണ്. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്കെതിരെ സമാനമായ ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം കവർച്ച ചെയ്യപ്പെട്ട സംഭവം സംസ്ഥാന ബി.ജെ.പിയെയും കെ സുരേന്ദ്രനെയും വലിയ പ്രതിസന്ധിയിലാക്കി. എൻ.ഡി.എ സ്ഥാനാർത്ഥിയാക്കാൻ സി.കെ ജാനുവിന് കോടികൾ നൽകിയെന്ന കേസും ബി.ജെ.പിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യതയില്ലായ്മയും നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഫണ്ട് വകമാറ്റി എന്നാരോപിച്ച് വിവിധ ജില്ലകളിൽ ബി.ജെ.പി ബൂത്ത് പ്രസിഡന്റുമാരും ഭാരവാഹികളും കൂട്ടത്തോടെ രാജിവെക്കുന്നതും സാധാരണ കാഴ്ചയായി മാറി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ നേതാക്കൾ ചേർന്ന് മുക്കിയെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേവലം തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല, കോടികളുടെ അഴിമതിയും കള്ളപ്പണ ഇടപാടുകളുമാണ് പാർട്ടിയെ നയിക്കുന്നതെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വീണ്ടും പുറത്തു വന്നത്.